ഈ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ ഒരാൾ പറയും അതങ്ങനെ മതി, അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പം മറ്റേ ആൾ ചോദിക്കും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും. എന്തുകൊണ്ട്? ഇവിടെ രണ്ട് പേഴ്സണാലിറ്റി ടൈപ്പാണ്. ഒരാൾ ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഒരാൾക്കാർക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഇതാണ് ശരി, അങ്ങനെ ചെയ്താൽ മതിയെന്ന്. അവർക്ക് ഒരു പക്ഷെങ്കിൽ അതിനുള്ളൊരു വസ്തുനിഷ്ഠമായിട്ടൊരു കാരണമൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ മറ്റേ ആൾ ഇൻഡ്യൂട്ടീവ് അല്ല, അവർക്കൊരു സെൻസിങ് ആണ്. അവർക്ക് അവരുടെ നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ അല്ലേ, കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിയുന്ന ഒരു തിരിച്ചറിവ്. ഫാക്ട്സ്, അവർക്ക് എപ്പോഴും ഫാക്റ്റ് വേണം. വൈ, എന്തുകൊണ്ട്, റീസൺ കേൾക്കണം. അപ്പം എന്തുകൊണ്ടാണെന്ന് കാര്യകാരണ സഹിതം പറഞ്ഞെങ്കിലേ അവർക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്തൊരു ഉറപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ തീരുമാനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ റെബലായിപ്പോവും. പക്ഷെ ഇവിടെയും ഈ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് മനസ്സിലാക്കിയാൽ ഒരാൾ ഇൻഡ്യൂട്ടീവാണ്, മറ്റേ ആൾ സെൻസിങ് ആണ്. അവരെപ്പോഴും ഇങ്ങനെ ഫാക്റ്റിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു സമയത്തെ കൂടുതൽ വാദിച്ച് ഒരു ഫൈറ്റിലേക്ക് പോവാതെ കുറച്ചും കൂടി കൂളായിട്ട് നമ്മുടെ ആശയവിനിമയം നടത്തി ഒരു ധാരണയിലെത്താനായിട്ട് സാധിക്കും.